കാണാതെയായ ഷഹലയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങളോട് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് മുഹമ്മദ് റാഫിക്കൊപ്പം ഷഹലയെ പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഹലയുടെ കൂട്ടുകാരിക്ക് പറയാനുള്ള ഷഹല എന്തിനായിരുന്നു ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയില്. കഴിഞ്ഞ ജൂലൈ 16 കാണാണ്ടായ ഷഹലയും തന്റെ 7 വയസ്സായ മകനെയും പറ്റിയിട്ടായിരുന്നു ന്യൂസ് ചാനൽസ് ഫുള്ള്. ഇന്ന് കോടതിയിൽ ഹാജരാവുമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനും ചുരുക്കി പറയാം. ഷഹലയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയതും അവിടെ വീടിന്റെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ഓണറായ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ആളുടെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞത് ബാങ്കിലോട്ട് പോവുകയാണെന്നും പറഞ്ഞ് ഒരു 11 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാളയാറിൽ എങ്ങനെയാണ് അവരെ പിടിച്ച കാര്യങ്ങളും അതോടൊപ്പം ഷഹലയുടെ ഫ്രണ്ടിന് പറയാനുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പുകളാണ് കേൾപ്പിക്കാനുള്ളത്. ആദ്യം ആ ഫ്രണ്ടിന് പറയാനുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ. അത് ഷഹലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓള് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവള് ചെയ്തത് 100% ഇതല്ല ഓള് ചെയ്യേണ്ട കാര്യങ്ങള്. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവള് തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു അവള്, എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പൊ നമ്മളെവിടെ പോവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ലേ ഞാനില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലേനും, അത് കംപ്ലൈന്റ് ആയി പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോ ഇതില് ജിപേ വരെ ഇല്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാന് ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞ ഇതൊന്ന് പേ ചെയ്യോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം, അപ്പൊ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ, ഞാനിപ്പോ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് ജിപേ ഇല്ല എന്നുള്ളത് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അവളറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, നല്ലൊരു കുടുംബിനിയാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. കുടുംബിനിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും എന്തായാലും മനസ്സിലായി. കുടുംബത്തിന് നിരക്കുന്ന കാര്യം തന്നെയാണ് ഷഹല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഷഹല ആലോചിക്കേണ്ട ഒരു കാര്യം സ്വന്തം മകനെ പറ്റിയിട്ട്, അതും പോട്ടെ ആ ഒളിച്ചോടി പോയവന്റെ ഭാര്യയെ പറ്റിയിട്ട്, അവർക്കുള്ള ആ 3 കുട്ടികളെ പറ്റിയിട്ട്, പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ കൂടെ പോയ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ആള് ഇന്ന് നിന്നെ കണ്ടപ്പോ സ്വന്തം വൈഫിനെ മാറ്റി നിർത്തിയിട്ട് നിന്നെ കൂടെ പിടിപ്പിച്ചവളാ. അപ്പൊ അതേ അയാൾക്ക് നാളെ നിങ്ങളെ മാറ്റി നിർത്താനും യാതൊരുവിധ മടിയുണ്ടാവില്ല. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവരോട് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ഇരുന്ന് ആലോചിക്കുക. ഫ്യൂച്ചർ
പ്രസന്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പിക്കാനും ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിന്റെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല, കഴിഞ്ഞിട്ടില്ല. ഈ വോയിസ് അവസാനം വരെ കേൾക്കൂ, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ചിന്തിച്ചു, പിന്നെന്താ ഈ ഇവള് മറക്കുന്ന കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാ പറഞ്ഞു, ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോ അത് ഞാന് നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടില് ജോലിയാണ്, പിന്നെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ ഞാനിപ്പോ മുന്നിൽ അപ്പായെ കല്യാണം കഴിച്ച വീട്ടില് ബാക്കിലൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടാണ് ഞാൻ നിൽക്കാറ്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവള് വോയിസ് എന്റെ കയ്യിൽ ഇല്ലാണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നോക്കിയില്ല, നിങ്ങൾക്ക് ഒരു പ്രൂഫ് ആക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ ഒരു പ്രൂഫ് ആക്കിയിട്ട് ഞാൻ എന്റെ ഫോണ് മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പൊ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ട് അവള് വോയിസ് ഇടാൻ. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്നോട് പറഞ്ഞ അതും എനിക്ക് ശീലാണ്. ചിലപ്പോ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ ക്രിസ്ത്യനിലോ അടുത്തുണ്ടാവും, അപ്പോൾ അവള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററെല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാന് ഇപ്പൊ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു, സിസ്റ്ററെല്ലോന്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്, കാരണം ഓരോ മേബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാന് പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും, ഫോണിൽ വിളിക്കൂ, അപ്പൊ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ എനിക്ക് എന്റെ വീട്ടില് പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് മോനെ അവളുടെ മകനുണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഹസ്ബൻഡ് ഒന്നും പറയില്ല ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതിപ്പോ നമ്മൾ നാട്ടിൽ ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊക്കെ എന്ത് പറയാന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പൊ മകന്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആന്റിക്ക് എപ്പോഴും ആന്റിയാന്ന് തോന്നുന്നു, ആന്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആന്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്, എന്നാ അവള് വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തല്ലേ, നീ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പറഞ്ഞ അതൊന്നും അപ്പൊ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മുന്നാലെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറെ ഗ്യാപ്പിന് ശേഷം ഞാന് ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞ ഞാൻ എന്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പൊ പറഞ്ഞു അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോ അങ്ങോട്ട് പോവാന് നിൽക്കുകയാണെന്നുള്ള രീതിയിലോട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, മറിച്ച് ഹസ്ബൻഡ് ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് അവള് തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയത്.
ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവള് ഇറങ്ങില്ല. കാരണം നിയമിച്ചപ്പോ ഫിനാൻഷ്യലൈസ് കൊടുത്ത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എന്താ എല്ലാ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. എപ്പോഴും ഒരേ പോണ എന്താ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞ വീട് പണിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്. അപ്പൊ ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലെന്തെങ്കിലും സെറ്റ് ആവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡിന് താല്പര്യമില്ല പോവാന്. പിന്നെ ഞാനങ്ങനെ പറഞ്ഞയക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ ആ ഷെഡ് ഞാൻ പറയില്ല, ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പൊ നിൽക്കുന്ന ഷെഡിന് എത്രയൊക്കെ നല്ല കുട്ടിയാണെങ്കിലും ചെയ്ത കാര്യം വളരെ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡൈവോഴ്സേലും കൊടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ പറഞ്ഞിട്ടെങ്കിലും പോവുക. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോടതിയാണ് തീരുമാനിക്കാൻ പോകുന്നത് കുട്ടിയെ ആർക്ക് കൊടുക്കണം എന്നുള്ളത്. ഷഹലയുടെ ഹസ്ബൻഡിന്റെ കാര്യം അറിയാലോ, ആൾക്ക് കുട്ടിയെങ്കിലും കിട്ടിയ മതി എന്നുള്ളൊരു നിലപാടാണ്. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എന്താണ്? കാരണം ഷഹലയുടെ കൂടെ കുട്ടിയെ പറഞ്ഞയക്കണം എന്നാണോ, അതോ ആ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ കുട്ടിയെ അയക്കണം എന്നുള്ള അഭിപ്രായമാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മുടെ കോടതിയും കാര്യങ്ങളൊക്കെ അറിയാലോ, പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലേഡീസിനാണ്. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആൾക്കാർ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിച്ച ശേഷം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് വിടുക. അപ്പൊ ശരി, ബൈ.